കുവൈത്ത് ദുരന്തത്തിൽ മരിച്ച ചെർക്കള കുണ്ടടുക്കത്തെ രഞ്ജിത്തിന്റെയും തൃക്കരിപ്പൂർ തെക്കുംപാട്ടെ കുഞ്ഞിക്കേളുവിന്റെയും മൃതദേഹങ്ങൾ വീടുകളിലെത്തിച്ചു. രണ്ടിടങ്ങളിലും പ്രമുഖരടക്കം അനേകരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി കാത്തുനിന്നിരുന്നത്. ഒരു കാര്യം ചെയ്യും, കാലിക്കടവ് ഒന്ന് കട്ട് ചെയ്തോ. കണ്ണീരിൽ കുതിർന്ന കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് വെള്ളിയാഴ്ച രാത്രി 8 മണിയോടെയാണ് കൊച്ചിയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും കുഞ്ഞിക്കേളുവിന്റെയും രഞ്ജിത്തിന്റെയും മൃതദേഹങ്ങൾ കാസർഗോഡ് ജില്ലാതിർത്തിയായ കാലിക്കടവിൽ എത്തിയത്. തൃക്കരിപ്പൂർ MLA M. രാജഗോപാലൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P. ബേബി ബാലകൃഷ്ണൻ, സബ് കളക്ടർ സൂഫിയാൻ അഹമ്മദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കുഞ്ഞിക്കേളുവിന്റെ മൃതദേഹം ഏറ്റുവാങ്ങിയത്. ആദ്യം ജന്മദേശമായ കാലിക്കടവിലെ രമ്യ ഫൈൻ ആർട്സ് സൊസൈറ്റി ഹാളിലും പിന്നീട് താമസസ്ഥലമായ എളമ്പച്ചി തെക്കുംപാട്ടെ യുവജന വായനശാലയിലും പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത്. എന്നുള്ള ഓരോ നിമിഷങ്ങളും ഹൃദയഭേദകമായിരുന്നു. കുടുംബാംഗങ്ങളുടെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും നാട്ടുകാരുടെയും എല്ലാം അന്ത്യാഞ്ജലി ഏറ്റുവാങ്ങിയ ശേഷം ഭൗതിക ശരീരം രാത്രി 9 മണിയോടെ ആണൂരിലെ സമുദായ ശ്മശാനത്തിൽ സംസ്കരിച്ചു. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പൊതുപ്രവർത്തകരുമടക്കം ആയിരങ്ങളാണ് പൊതുദർശന വേദികളിലേക്ക് ഒഴുകിയെത്തിയത്. രാത്രി 9 മണിയോടെയാണ് രഞ്ജിത്തിന്റെ മൃതദേഹം ചെർക്കള കുണ്ടടുക്കത്തെ വീട്ടിലെത്തിയത്. കാസർഗോഡ് MLA N. നെല്ലിക്കുന്ന്, ഉദുമ MLA അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു, ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ എന്നിവരുടെ നേതൃത്വത്തിൽ മൃതദേഹം ഏറ്റുവാങ്ങി. ഏറ്റുവാങ്ങി. ഇവരെല്ലാം വളരെ നേരത്തെ എത്തി ഇവിടെ കാത്തുനിന്നിരുന്നു. തടുത്തുള്ള വീട്ടിലാണ് പൊതുദർശനത്തിനുള്ള സൗകര്യം ഒരുക്കിയിരുന്നത്. അനുബന്ധ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം സ്വന്തം വീട്ടിലേക്ക് എത്തിച്ചു. പ്രിയപ്പെട്ടവന്റെ മുഖം കണ്ടപ്പോഴുണ്ടായ കുടുംബാംഗങ്ങളുടെ നെഞ്ചുപൊട്ടിയുള്ള കരച്ചിൽ പലരും മുഖം തിരിച്ച് പിന്നിലേക്ക് നീങ്ങി. ഇവിടെയും രാഷ്ട്രീയ, സാമൂഹിക, ഉദ്യോഗസ്ഥ രംഗത്തെ പ്രമുഖരടക്കമുള്ള ആയിരങ്ങളാണ് രഞ്ജിത്തിനെ അന്ത്യയാത്ര അയക്കാനായി എത്തിച്ചേർന്നത്. എല്ലാവരുടെയും ആദരാഞ്ജലികൾ ഏറ്റുവാങ്ങിയ ശേഷം രാത്രി 9:30 ഭൗതിക ശരീരം കുടുംബശ്മശാനത്തിൽ സംസ്കരിച്ചു. കുണ്ടടുക്കത്തെ രവീന്ദ്രൻ, രുക്മിണി ദമ്പതികളുടെ മകനാണ് K. രഞ്ജിത്ത്. 1 വർഷം മുമ്പ് പുതിയ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിന് അവധിയിൽ നാട്ടിലെത്തി തിരിച്ചുപോയതായിരുന്നു. അടുത്ത ലീവിൽ കല്യാണം ആലോചിക്കാനുള്ള ഒരുക്കവും വീട്ടുകാർ നടത്തിയിരുന്നു. ഇതിനിടയിലാണ് കുവൈത്തിലെ താമസ സ്ഥലത്തുണ്ടായ തീപിടുത്തം രഞ്ജിത്തിന്റെ ജീവൻ കവർന്നെടുത്തത്. പിലിക്കോട് എരവിൽ സ്വദേശിയും എളമ്പച്ചി തെക്കുംപാട്ടെ താമസക്കാരനുമായ കുഞ്ഞിക്കേളു കഴിഞ്ഞ 25 വർഷക്കാലമായി ഗൾഫിലാണ്. NBTC ഗ്രൂപ്പിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറായിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് നാട്ടിൽ വന്ന് തിരിച്ചുപോയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ് വിഷൻ.